അച്ഛൻ ഒരിക്കലും ദുഃഖിക്കരുതെന്ന് കരുതി അച്ഛൻ അറിയാതെ നടത്തിയ ഒരു യാത്ര. അതൊരു ഒളിച്ചോട്ടമായിരുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ അതായിരുന്നു സത്യം. തളർവാദം പിടിച്ചു കിടന്ന അച്ഛനെ വഞ്ചിക്കാനുള്ള യാത്രയായിരുന്നില്ലേ അത്? ആയിരുന്നു. അതിനുള്ള ശിക്ഷയല്ലേ ഈ ദുഃഖം? അതെ. പക്ഷെ ഒന്നുണ്ട്, ഒരു സത്യം, ഒരിക്കലും മറക്കാനാവാത്തൊരു സത്യം. ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം കൊണ്ടുള്ള ഒളിച്ചോട്ടമായിരുന്നു അത്. മോനെ, ഇപ്പോ എന്തിനാ ഇതല്ല എന്നോട് പറയുന്നത്? ഞാൻ സ്നേഹിച്ച പെണ്ണ് വേറെ ആരുമല്ല, നിങ്ങളുടെ ശ്രീദേവിയാണ്. ഞങ്ങൾ പാവങ്ങളാ മോനെ. ഒരു പണക്കാരി പെണ്ണില്ലാത്ത പല നല്ല ഗുണങ്ങളും പെണ്ണുണ്ടാവും. എന്നാലും മോനെ ഒന്നാലോചിച്ചു, എന്റെ സ്നേഹം പാഴായി പോകാതിരിക്കാനാണ് അന്ന് അച്ഛനെ ധിക്കരിച്ച് അച്ഛനെ പോയത്. ആവശ്യത്തിലേറെ പണമുണ്ട്, അതനുഭവിക്കാൻ ഇന്ന് ഞാൻ മാത്രമാണ്. ദേവി ഇഷ്ടമാണെങ്കിൽ വരട്ടെ. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ ഹോസ്പിറ്റലിൽ മയക്കമായി കിടക്കുമ്പോഴേ എന്റെ അച്ഛന് ലോകം വിട്ടുപോയി. അദ്ദേഹത്തിന് ഹൃദയം കാണാനുള്ള ഭാഗ്യം പോലും എനിക്കുണ്ടായില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുമ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് ആ അപകടത്തിൽ ഞാൻ മരിച്ചിരുന്നെങ്കിലും നാശിച്ചു. അതിനെനിക്ക് ഭാഗ്യമുണ്ടായില്ല. ആ അപകടത്തിൽ എനിക്കുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ എനിക്കായി കെട്ടിവെച്ച സ്വപ്നങ്ങൾ, എന്റെ ജീവിതം, എന്റെ എല്ലാം. ഇനി ഒരിക്കലും ഒരാളായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഒരു പെണ്ണ് ഒരാളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സുഖം ഒന്നു തന്നെ എനിക്ക് ബട്ട് വൺ തിങ്, എന്നെ കല്യാണം കഴിക്കുന്ന പെണ്ണിന് എന്റെ സ്വത്ത്, പണം എല്ലാം എല്ലാം ഞാൻ കൊടുക്കാം. സ്വത്ത് പണം മാത്രം മതിയോ മോനൊരു പെണ്ണിന്? ഓരോ പെണ്ണിനും അവളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ? പണത്തിന് ആശപ്പെട്ട് ഇങ്ങനൊരാളെ കെട്ടാൻ ഏതെങ്കിലും പെണ്ണ് സമ്മതിക്കുവോ? എനിക്കതറിയാമേ. എങ്കിലും ഒരു ചെറിയ ആഗ്രഹം. എനിക്ക് ലോകത്തിൽ ആരുമില്ലമ്മേ. എന്നോട് പിണങ്ങാൻ, പഴകാൻ, എന്നെ തിരുത്താൻ, എന്നെ അതിരറ്റ് സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ലമ്മേ. ഇതെല്ലാം അറിഞ്ഞ ഞാൻ എങ്ങനെ അവളെ നിർബന്ധിക്കും? ഈ അവസ്ഥയിൽ അമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവൻ കഷ്ടപ്പെടുന്നത് കണ്ട് അമ്മ വെറുതെ ഇരിക്കുമോ? ഇല്ല. എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ എന്റെ സ്വന്തം അമ്മയെ കരുതി ഞാൻ ചോദിക്കാണ്. എന്നെ അതിരറ്റ് സ്നേഹിക്കാൻ, എന്നോട് പിണങ്ങാൻ, എനിക്ക് കൂട്ടായിരിക്കാൻ നിങ്ങളുടെ ശ്രീദേവി എനിക്ക് കല്യാണം വെച്ച് തരില്ലേ? പറയൂ അമ്മേ, പറയൂ. അതിന് ആന്റി എന്ത് മറുപടി പറഞ്ഞു? അവസാനം നിന്നെ കല്യാണം കഴിച്ച് തരാമെന്ന് സമ്മതിച്ചു ശ്രീദേവി. ആന്റി, ഇതിനേക്കാൾ നല്ല ബന്ധം നമുക്ക് എവിടുന്ന് കിട്ടും? ഓരോ ദിവസവും തീ നിന്നുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. വീട്ടിൽ പ്രായമായി നിൽക്കുന്ന 3 പെൺകുട്ടികൾ. നീ തന്നെ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൂട്ടായിരുന്ന എന്റെ മകനും കൊലക്കേസ് ജയിലിലേക്ക് പോയി. ഈ അവസ്ഥയിൽ ഇതാണ് നല്ല തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് മോളെ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. ഈ കഷ്ടങ്ങളെ കാരണം കാണിച്ച് എന്നെ നിർബന്ധിക്കരുത് ആന്റി. നിർബന്ധിക്കുന്നതല്ല മോളെ, എന്റെ വേദന കൊണ്ട് പറഞ്ഞത്. അച്ഛനും അമ്മയില്ലാത്ത നിങ്ങൾ എടുത്തു വളർത്താൻ പെട്ട കഷ്ടത്തെക്കാൾ നിങ്ങൾ ആളായതിനു ശേഷം ഒരാളെയെങ്കിലും കല്യാണം കഴിച്ച് കരകയറ്റാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഈ ആന്റിയുടെ മനസ്സ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞ മനസ്സിലാവില്ല മോളെ. നീ വിചാരിച്ചാൽ നിന്റെ അനുജത്തിമാർക്ക് നല്ല ജീവിതം കിട്ടും. നിനക്ക് വേണ്ടി അല്ലെങ്കിലും അവർക്ക് വേണ്ടിയെങ്കിലും നിന്റെ മനസ്സത് മാറ്റിക്കൂടെ മോളെ? വീട്ടിൽ പ്രായമായി നിൽക്കുന്ന 3 പെൺകുട്ടികൾ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എന്താ ചെയ്യാ? അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നിർബന്ധിക്കുന്നതല്ല മോളെ, എന്റെ വേദന കൊണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അച്ഛനും അമ്മയും ഇല്ലാത്ത നിങ്ങളെ എടുത്തു വളർത്താൻ പെട്ട കഷ്ടത്തെക്കാൾ നിങ്ങൾ ആളായതിനു ശേഷം ഒരാളെയെങ്കിലും കല്യാണം കഴിച്ച് അയക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് കണ്ണീരൊഴുക്കുന്ന ഈ ആന്റിയുടെ മനസ്സ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയില്ല മോളെ.
അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. നിനക്ക് വേണ്ടിയല്ലെങ്കിൽ അവർക്ക് വേണ്ടിയെങ്കിലും നിന്റെ മനസ്സൊന്ന് മാറ്റിക്കൂടെ മോളെ? നീ മനസ്സ് വെച്ചാൽ അവർക്കൊരു നല്ല ജീവിതം കിട്ടും. അതുകൊണ്ടാണ് മോളെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ജീവിതത്തിൽ പണവും സമ്പത്തും ഉണ്ടായാൽ മാത്രം ദാമ്പത്യ സുഖം കിട്ടും. അതുകൊണ്ട് സുഖം മാത്രമാണ് ജീവിതം എന്നില്ലല്ലോ. ജീവിതത്തിന് വേണ്ടി മാത്രം ഒരാളുടെ ഭാര്യയെ ജീവിക്കാൻ കഴിയണം. എന്തിനു വേണ്ടി ഞാൻ എന്റെ ജീവിതം ത്യാഗം ചെയ്യണം? അതിന് പേർ ത്യാഗം എന്നാണെങ്കിൽ നീ ആ ത്യാഗം ചെയ്യണം. ആന്റി, ചെറുപ്പം മുതൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ കണ്ടു വളർന്നവളാ ഞാൻ. ആ ദുഃഖങ്ങളെ ഓർത്ത് പല പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ അനുജത്തികൾ നന്നായിരിക്കാൻ വേണ്ടി എന്റെ ആഗ്രഹങ്ങൾ, ആശകൾ, സങ്കല്പങ്ങൾ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി എന്റെ അനുജത്തികളുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ വീട് നന്നായിരിക്കാൻ വേണ്ടി ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു. മോളെ ഇരിക്കും. എന്താ ബോറടിപ്പിച്ചോ ദേവി? ഫ്രണ്ട്സിനൊക്കെ അയച്ചിട്ട് വരാൻ കുറച്ച് സമയമായിപ്പോയി. അപ്പോഴും ഞാൻ അവന്മാരോട് പറഞ്ഞതാ ശ്രീദേവി കാത്തിരിക്കുമെന്ന്. കേൾക്കണ്ടേ? അവർ പറഞ്ഞെന്താ അറിയോ? എന്താടാ, നീ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നതിന് മുമ്പേ അവളുടെ മുന്താണിയിൽ നിന്നെ കെട്ടിട്ടുണ്ടോന്ന്. നോക്കൂ ശ്രീദേവി, എനിക്കെന്ന് പറയാൻ സ്വന്തമോ ബന്ധമോ ആരും. അതിന് ഞാനിപ്പോ വന്നല്ലോ.
ചേട്ടാ ചേട്ടാ ഓ ആ ശ്രീദേവി, നിന്നോട് കരയരുതെന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. എന്റെ പോരായ്മകൾ മനസ്സിലാക്കി എന്നെ അതിരിട്ട് സ്നേഹിക്കാൻ ഒരു സ്ത്രീ വേണമെന്ന് കരുതിയാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. എല്ലാ സത്യവും മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടെയാണ് നീ വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതി. രാജേട്ടനിലൂടെ ജീവിക്കാൻ വന്നപ്പോഴേ എല്ലാ സത്യം അറിഞ്ഞുകൊണ്ടാ വന്നത്. എനിക്കൊരു പരിഭവമോ വേദനയോ ഇല്ല. ഇത്രയും വലിയ ത്യാഗം ചെയ്ത ശ്രീദേവിയെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ആഹാ, അതിനുള്ളിൽ കുളിച്ച് ഭഗവതിയെ തൊഴുതു വരുന്ന മാതിരിയുണ്ടല്ലോ. വേലക്കാരി പറഞ്ഞു അമ്മ എപ്പോഴും അവിടെയാണ് ഭഗവതിയെ തൊഴുന്നെന്ന്. അതെ, അതാണ് ഞങ്ങളുടെ തറവാട്ടിലെ കുലദൈവം, അമ്മയ്ക്ക് ഇഷ്ടദൈവം. ഭയഭക്തിയോടെ ഇരുന്ന ഭഗവതി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അമ്മ പറയാറുണ്ട്. അവിടെ പോയി ഭഗവതിയെ തൊഴുതപ്പോ മനസ്സിന്റെ ഭാരം ഇറക്കി വെച്ചതുപോലെ. സോറി, ശ്രീദേവി ചായ കഴിച്ചില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കഴിക്കാം. വേണ്ട, ചേട്ടൻ കഴിച്ചിട്ട് എനിക്ക് തന്നാ മതി. ആ, നമ്മൾ രണ്ടുപേരും ഇന്ന് സിറ്റി ചുറ്റാൻ പോവാ. അതുവഴി ഒരു സിനിമയ്ക്കും പോവാം. ഉഷ, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് വെച്ച് നീ അവിടുത്തെ മാതിരി ഇവിടെ നടക്കരുത്. അത് ചെയ്യാതെ ഇത് ചെയ്യാതെ എന്നും പറഞ്ഞ് നിന്റെ പുറകെ നടക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് നിന്റെ കുസൃതരൊക്കെ അടക്കി വെച്ച് കുട്ടിയായിട്ടിരിക്കണം. ദേവി ചേച്ചിനെ ബുദ്ധിമുട്ടിക്കാതെ, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ അവൾ പറയുന്നത് കേട്ട് നടക്കണം. എന്താ മനസ്സിലായോ? ഞാനും കൂടെ വരുന്ന ആന്റി. വേണ്ട മോളെ, ഇത്ര വലിയ വീട്ടില് ചേച്ചിക്ക് തനിച്ചിരിക്കാൻ പറ്റുമോ? നിഷ എന്റെ കൂടെ അവിടെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് ചേച്ചിയുടെ കൂടെ നീ ഇവിടെ നിൽക്കുന്നത് നല്ലത്. നിഷ ഇവിടെ നിന്നാൽ എന്താ? ഞാനും അങ്ങോട്ട് വരും ആന്റി. അവൾക്ക് അവിടുന്ന് കോളേജിൽ പോകുന്നതല്ലേ സൗകര്യം. ആന്റി എവിടേക്കാ പുറപ്പെട്ടത്? ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പോകുന്നു മോളെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടുകൊള്ളാം. അപ്പൊ എന്നെ വിട്ടിട്ട് പോകാൻ തീരുമാനിച്ചോ? വിട്ടിട്ട് പോകുന്നതല്ല മോളെ, നിഷ അവിടെ തനിച്ചല്ലേ ഇരിക്കുന്നത്. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കാതെ നിന്റെ കൂടെ ഇരിക്കുന്ന മാതിരി അപ്പൊ വന്നുകൊള്ളാം. നിങ്ങൾക്കല്ലേ എന്റെ കൂടെ ഒന്ന് കഴിഞ്ഞൂടെ? ഞാൻ അവിടെ ഇരിക്കുന്നതാണ് മോറ. വരട്ടെ മോളെ, ആരോഗ്യം നല്ലോണം നോക്കണം. ഉഷ, വരട്ടെ. കഴിഞ്ഞിട്ട് 2 വർഷമായി. അദ്ദേഹത്തിനൊരു താല്പര്യമുള്ളതായി കാണുന്നില്ല. യു ആർ റോങ് മിസ്സസ് ജാസ്മിൻ ജോൺ. ഒരാണിനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. യു മസ്റ്റ് കെയർ അബൌട്ട് യുവർ ഡ്രസ്. അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് പറയും. എന്തിനാണ് ഡോക്ടർ? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ. ചെറുപ്പം മുതലേ അമ്മയുടെ കൂടെ വളർന്ന പയ്യനല്ലേ. ഒരുപക്ഷെ ഇഡിപ്പസ് കോംപ്ലക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷൈനസ്, ഒരു ആക്സിഡന്റ്, ഒരു ലവ് അഫെയറിൽ ഫെയിലിയർ കൂടെ റീസൺ ആയിരിക്കാം. ഡോണ്ട് ബി ഡിപ്രസ്ഡ്, നമുക്കെല്ലാം മാറ്റിയെടുക്കാം. റിമെമ്പർ വൺ തിങ്, യു മസ്റ്റ് ട്രൈ ടു മൂവ് ക്ലോസ്ലി ആൻഡ് അട്രാക്റ്റീവ്ലി ഓൾവേസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ശരി ഡോക്ടർ. പോയി ഡ്രസ് മാറി. ഈ ഡ്രസ്സിന് എന്തൊരു കുറവ്? ഇവിടെ ഭർത്താവ് മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞത് കേക്ക്, പോയി ഡ്രസ് മാറിയിട്ട് വാ.
എനിക്കൊരു സങ്കടമില്ല. ആരെ? എന്തിന്? അറിഞ്ഞൂടെ? കണ്ണടയ്ക്കൂ, പറയാം.
എന്നെ ഇങ്ങനെ കറങ്ങിയിടുന്നാലേ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ പിന്നെ ഞാൻ വേണ്ടി വരും. നീ പഠിച്ച ഉദ്യോഗസ്ഥയായി ചെലവിന് കൊണ്ടുവരികയൊന്നും വേണ്ട. അത് വിവാഹം കഴിഞ്ഞാലല്ലേ. ചേട്ടൻ എന്ത് പ്രതീക്ഷയോടാണ് എന്നെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? വീട്ടിലെ പരിതസ്ഥിതിയൊന്നും ജയൻ അറിയില്ല. കിടപ്പാടം പണയം വെച്ച എന്റെ ചേട്ടൻ എന്നെ പഠിപ്പിക്കുന്നത്. എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് പോവാം. ശരി. എന്താണ് തീരുമാനം എനിക്കറിയണം. ഞാൻ എന്ത് വേണമെന്നാ സാവിത്രി പറയുന്നത്? വിവാഹം ഉടനെ നടത്തണം. ഞാൻ പറയുന്നത് അനുസരിക്കുന്നു. പറയൂ, ഞാൻ അനുസരിക്കാം. ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമുക്ക് വിവാഹിതരാകാം. ശരി. അങ്ങനെയെങ്കിലും നാട്ടുകാരുടെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. നാളെ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ തൃപ്തിയായോ? ശ്രീദേവി, രാജേട്ടൻ വന്നു ഞാൻ അറിഞ്ഞില്ല. കുഞ്ഞുങ്ങളോട് ഇത്ര സ്നേഹമാണ് ദേവിക്ക്. എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല ദേവിക്ക്. കൊച്ചുകുട്ടി അല്ലടാ. അതെയമ്മേ. വഴിവിട്, എനിക്ക് പോണം. എന്താ തിടുക്കം? വീട്ടിലാരും ഇല്ലല്ലോ. ഞാൻ ശബ്ദം വെച്ച് ആളിനെ കൂട്ടും. നിനക്ക് നാണമല്ലേ എപ്പോ നോക്കിയാലും എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റാൻ? ഇല്ലല്ലോ, അതല്ല എന്റെ പിന്നാലെ ചുറ്റുന്നേ. അതിന് നിനക്കൊരു ഭാര്യ വരുമ്പോ അവളെ ചുറ്റിയിട്ടിരിക്കണം. നിന്നെ ഭാര്യയായിട്ട് വെച്ചോളാം. നാട്ടിൽ ഒരു പെണ്ണിനെയും വിടാതെ ചുറ്റുന്ന നിനക്ക് ഈ ആശ വരുമടാ. അതൊക്കെ ഒരു ടൈം പാസ്. എന്നാൽ എനിക്ക് നിന്നെ പിടിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ വെപ്പാട്ടി ആയിക്കോളാം. ഛീ, റാസ്കൽ. വേഗത്തേക്കെല്ലാം വെള്ളം വിടാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? അമ്മേ അമ്മേ അമ്മേ, ആ പെണ്ണ് വന്നിട്ടുണ്ടേ. വന്നു വന്നു വന്നു. ശ്രീദേവിയോ? വിളിച്ചു എന്ന് പറഞ്ഞു. ആ വാ, ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നില്ലുന്നുണ്ടാവും. വാ. എന്റെ മോനെ നീ അടിച്ചു എന്ന് കേട്ടു. ആ അതെ, വെപ്പാട്ടിയാണെന്ന് പറഞ്ഞ അടിക്കാതെ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയാവൻ പറഞ്ഞത്? പരദേശ് റാസ്കൽ, വെല്ലൊടിക്കണം. ആരോട് എന്താ ചോദിക്കേണ്ടതില്ലേ? ചെറിയ പയ്യൻ, അവരെങ്ങനെ നിനക്ക് ചെലവിന് തരും? പാട്ടി പോയി നോക്ക്. അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. അങ്ങനെയൊന്നും വേണ്ട മുതലാളി, ഞാൻ മറ്റേ. ആ നിക്കേ, ഇങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ അച്ഛൻ വീട് പണയപ്പെടുത്തി കാശ് വാങ്ങിയിട്ട് ഇനി ആ പണം തന്നില്ലെങ്കിൽ ഇപ്പൊ വലിയ കഷ്ടത്തിലാ കഴിയുന്നു. സാരമില്ല സാരമില്ല, ആ വീട്ടുപത്രം ഞാൻ നിനക്ക് മടക്കി തരാം. ഈ പണം ഒന്നും തരണ്ട, വേണമെങ്കിൽ വേറൊരു വീടും വെച്ച് തരാം. ആ പിന്നെ നിന്റെ അനുജത്തിമാരുടെ കല്യാണം, പഠിപ്പ് എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നീ ഒന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ നിന്നെ വെപ്പാട്ടി ആയിക്കോളാം. കൊച്ചുകുട്ടിയല്ലടാ. അണ്ണേ, അതേന്ന് പറയടാ. അതെ അണ്ണേ, അവനും ചെറിയ പയ്യനല്ലടാ. വളരെ ചെറിയ പയ്യൻ. അയ്യോ, നിക്കടി അവിടെ. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, അന്ന് എന്നെ ഒരുത്തൻ അടിക്കാൻ വന്നില്ല. അവനത്ര ധിക്കാരിയാണോ ഈ നാട്ടില്? എന്നെ എന്റെ മകനെ അവമാനപ്പെടുത്തിയിട്ട് നിങ്ങളെല്ലാം അവിടെ ജീവിക്കാവുന്നതാണോ? ആൾക്കാരുടെ മുന്നില്
എന്നെ നാണം കെടുത്തിയ നിങ്ങളെ ഞാൻ വെറുതെ വിടുവെന്നാണോ? ഓരോ ദിവസവും എന്നെ വിചാരിച്ച് നീ കരഞ്ഞുകൊണ്ടിരിക്കണം. അത് കണ്ട് അവന്റെ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. ചേട്ടാ ചേട്ടാ, ശരി ചേച്ചി മൊല്ലാടി പിടിച്ചോണ്ട് പോയി. കരയാതെ മോളെ, ഇനി അതേപ്പറ്റി ആലോചിച്ച് കരഞ്ഞിട്ട് എന്താ പ്രയോജനം? കാറ്റോ ഇവിടെ ഒന്ന് അടിച്ചു തരാമോ? അല്ല, സ്പെഷ്യൽ പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ ഇവിടെ വരുമെന്ന് എനിക്കറിയാം. പിന്നെ അറിയും. വീട്ടിലറിഞ്ഞ ചേച്ചീനെ കൊന്നാളേ. ഇപ്പൊ ആർക്കും ഒന്നും അറിയില്ല. അറിയുന്ന സമയം വരുമ്പോ ഞാൻ തന്നെ നിന്റെ ചേച്ചിയെ വന്ന് കണ്ടോ. ആ ധൈര്യത്തിലും വിശ്വസിക്കണം. ജയൻ വിളിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ വരുന്നത്. ആണോ? അയ്യടാ, ഒന്ന് പോടുന്നു. എപ്പോഴും തമാശ. ഡിസ്റ്റർബ് ചെയ്യാതെ എനിക്ക് പടം കാണണം. ആ ഇനിയിപ്പോ നീ പടം കണ്ടിട്ട് നാളെ വലിയ ഡയറക്ടർ ആവാൻ പോവല്ലേ? നമ്മൾ പടം കാണാനാ വന്ന്? അതെ, ഇന്ന് ഞാൻ പടം കാണാൻ പോവാ. സംസാരിക്കുന്നില്ല പോ. അയ്യോ, ഉള്ളതോ കുറച്ച് സമയം. അതുപോലെ പടം കണ്ടാൽ തീർത്ത് കളയുന്നത്. നമ്മളെപ്പോലൊരു കേസാ. ശ്രീദേവി, 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 ഹായ്. എത്ര സമയം ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. ഇത്ര വേഗം പിണങ്ങിയോ? സോറി ഗായത്രി, അല്പം താമസിച്ചു പോയി. 1.5 മണിക്കൂറായി ഞാൻ. എന്റെ ഗായത്രി കണ്ടാൽ ആരും നോക്കിപ്പോകും. വേണ്ട വേണ്ട, സോപ്പടിയിലൊന്നും വേണ്ട. ഞാൻ സോറി പറഞ്ഞില്ലേ? ഒരിക്കൽ കൂടി ഒന്ന് ക്ഷമിക്കൂ. ഒരിക്കൽ കൂടി മാത്രം. വാ.
ഞാൻ വരുന്നില്ല. ഉം. പോയി ഡ്രസ് മാറിയിട്ട് വാ. ഈ ഡ്രസ്സിന് എന്താ കുറവ്? ഇവിടെ എന്റെ ഭർത്താവ് മാത്രമല്ലേ ഉള്ളൂ. പറയുന്ന കേക്ക്, പോയിട്ട് വാ. ഉം. ഒരു പക്ഷേ എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും കയ്യിൽ കിട്ടിയാൽ നമുക്കൊരു കറക്റ്റ് ജഡ്ജ്മെന്റിൽ വരാൻ പറ്റും. നിരാശപ്പെടണ്ട. യു വിൽ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. എന്താ ഇത്ര ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വേണ്ട വേണ്ട. പറയൂ നീ. ഉഷയെ കണ്ട ബ്യൂട്ടി ക്വീൻ മാതിരി ഉണ്ട്. നോണ. എങ്ങനെ ഇത്ര കറക്റ്റാ കണ്ടുപിടിച്ച്? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പോ സത്യം പറയൂ, ഞാൻ എങ്ങനെയുണ്ട്? അപ്പോ ഞാൻ പറയണല്ലേ? ആ പറ. അപ്പോ നോണ പറയണോ സത്യം പറയണോ? സത്യം പറയൂ. എന്നാ ഞാൻ ആദ്യം പറഞ്ഞ ബ്യൂട്ടി ക്വീനാ? ആന്റി എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. നിശ വന്നില്ലേ? അവൾ കോളേജിൽ പോയിരിക്കുക. ഇന്നൊരു ദിവസമൊക്കെ ലീവ് എടുക്കാൻ പാടില്ലേ? മോളോട് ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. വരെ നിഷയുടെ പോക്കത്ര ശരിയല്ല. നാളെ എന്തെങ്കിലും ഒന്ന് ആകുന്നതിന് മുമ്പ്
അവളുടെ കല്യാണം വേഗം നടത്തുന്നതാണ് നല്ലത്. അതിനിപ്പോ എന്താ അത്യാവശ്യം? അവൾ പഠിക്കല്ലേ? എനിക്കും ആശയില്ലാതില്ല. ഈ ഫോട്ടോ അവളുടെ ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. അവളെയെങ്കിലും നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നമുക്ക് ഏൽപ്പിച്ചേ പറ്റൂ. നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞു എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നാൻ എന്താ കാരണം? ബുക്കില് നമ്മുടെ ഫോട്ടോ കണ്ടെന്നേ. എന്ന കാര്യം എളുപ്പമായില്ലേ? നിന്നേന്ന് നിഷയുടെ വീട്ടിലേക്ക് അമ്മയെ കാണുമ്പോ എന്നെ മറന്നു കളയരുത്. എന്ത് ചെയ്യട്ടെ? ഞാൻ മറച്ച ഇനി കരഞ്ഞിട്ടുള്ള പ്രയോജനം. പണവും ആഭരണം എടുത്ത് അവൻ കടന്നു കളഞ്ഞപ്പോ നിഷ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്ന പോലീസ് പറയുന്നു. ഇതാണ് പെൺകുട്ടികളെ പ്രേമിച്ച് വഞ്ചിച്ച് പണം സമ്പാദിക്കുന്നത്. അവനെ പിടിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. കരയാതെ. നീ കരഞ്ഞ എനിക്ക് സഹിക്കാനാവില്ല. തുറന്നു പറഞ്ഞത് എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും ഞാൻ തളരാതെ നിന്നു. എന്നാൽ നിന്റെ കണ്ണിലെ കണ്ണീര് എനിക്ക് കാണാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ. രാജേട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഇനി ഞാൻ ശ്രമിക്കില്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീദേവിയെക്കാളും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീദേവിയെ കാണാനാണ് എനിക്കിഷ്ടം. അതിന് ഈ വീട്ടിലൊരു കുഞ്ഞ് വേണം. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലും. ആ, രാജേട്ടൻ കാപ്പി കുടിച്ചില്ലല്ലേ? ഇപ്പൊ കൊണ്ടുവരാം.
എടുക്കവാ കൊടുക്കവാ പനിമഴ പൊഴിഞ്ഞിടവാ തെന്നലേ വിണ്ണി വിട്ട് മണ്ണിലേവാ ദേവൻ തിരുക്കോവിൽ. ഞാൻ വരില്ല എന്ന് വിചാരിച്ചു അല്ലേ? എന്താ മോനെ ഇത്? എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചു. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇനി എന്തുണ്ടാവണം? എന്റെ മനസ്സിൽ രാവും പകലും ആരാണ് എന്റെ ഭാര്യ എന്ന് വിചാരിച്ചു. ആർക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോയോ? അവൾ എന്നെ പറ്റിച്ചമ്മേ. തെറ്റ് അവളുടെ പേരിലല്ല മോനെ, ഞാനാണ് അവളെ നിർബന്ധിച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. നിങ്ങളും കൂടെ അതിൽ കൂട്ടായിരുന്നല്ലോ അമ്മേ. അവർക്കൊരു നല്ല ജീവിതം വരുമ്പോൾ നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല മോനെ. എന്റെ ജീവിതത്തെ പറ്റി ആരെങ്കിലും ചിന്തിച്ചു? അനുജത്തിമാരുടെ പേരും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നും അറിയാതെ പറയരുത്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഞാൻ നിങ്ങളെ പറ്റിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് ത്യാഗമെന്നാണ്. നിനക്കെല്ലാം നിന്റെ ജീവിതമാണ് വലുതായി തോന്നിയത്. പണം കണ്ടുകൊണ്ടേ നീയൊക്കെ നിന്റെ ബുദ്ധിയെ കാണിച്ചില്ലേ? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിരുന്നോ? പക്ഷേ ആ വിചാരത്തിലാണടി ജയിലിൽ കിടന്ന ഓരോ ദിവസവും ഈ വേദനകളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതെന്റെ തെറ്റാണോ? അല്ല, എന്റെ തെറ്റ് തന്നെയാടി. എനിക്ക് ഇഷ്ടപ്പെട്ടവളെ നശിപ്പിക്കാമെന്നവനെ മുന്നില്ലേ, അത് തന്നെയാടി ഞാൻ ചെയ്ത തെറ്റ്. ഏറ്റവും വലിയ തെറ്റും. ഇതാ നോക്ക്, എനിക്കിപ്പോ കല്യാണം കഴിഞ്ഞു. അത് തെറ്റായ ബന്ധം. ഇല്ല, അതാണ് ശരിയായ ബന്ധം. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെല്ലാം പുരുഷനാണെന്ന് താൻ മനസ്സിലാക്കണം. നിന്റെ അടുത്ത് തത്വം കേൾക്കാൻ വന്നില്ല. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രം, അവനെ വിട്ടിട്ട് നീ എന്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. മടയനെ പോലെ സംസാരിക്കരുത്. അദ്ദേഹം എനിക്ക് താലി കെട്ടിയ ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അത് കുറച്ച് ദിവസത്തെ ബന്ധം, 10 മാസം മാത്രമേ ചുമക്കൂ. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ എന്റെ ഭാര്യയായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ വിചാരം അങ്ങനെയായാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ അവനെ വിട്ടിട്ട് എന്റെ കൂടെ വരണം. ഇല്ല, നടക്കണം, ഇല്ലെങ്കിൽ നടത്തിക്കും. നിന്റെ കഴുത്തിലുള്ള താലി നീ അഴിക്കുന്നോ അതോ ഞാനായിട്ട് അഴിപ്പിക്കണോ? നീ തീരുമാനിച്ചോ? വരട്ടാണോ? ഇല്ലടേ, സത്യമാണ് പറയുന്നത്. എന്ന് വെച്ചാ ഒരു കൊല ചെയ്ത എനിക്ക് ഇനി ഒന്നുകൂടി ചെയ്യാൻ ഏത് വിധത്തിലും ഭയമോ അറപ്പോ ഇല്ലെന്ന് മനസ്സിലായില്ല? എനിക്ക് കിട്ടാത്ത യാതൊന്നും ഇനിയൊരുത്തൻ അനുഭവിക്കാൻ അവൻ ജീവനോടെ ഇരിക്കില്ലെന്ന്. ഇറങ്ങിപ്പോടാ നായേ. അതേടി, നായ തന്നെ, കടിച്ചു കുതിർന്ന വേട്ടനായി. ഇവിടുന്ന് ഞാൻ പോകണമെങ്കിൽ അത് നിന്നെയും കൂട്ടിക്കൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞതല്ലടി.
നിങ്ങളെ രക്ഷിക്കാൻ. ഇതല്ലാതെ വേറെ വഴി അറിയില്ല മോളെ. ആന്റി മോനെ ശ്രീദേവി ശ്രീദേവി ശ്രീദേവി